നമ്മൾ ഈ നാട്ടിലെ ചീഞ്ഞ രാഷ്ട്രീയ വാർത്തകൾ, അതും ചായക്കട നിലവാരത്തിലുള്ള വാർത്തകൾ പറഞ്ഞു പറഞ്ഞ് വല്ലാത്തൊരു അവസ്ഥയിലായിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് രാജ്യത്ത് നടക്കുന്ന പുരോഗമനോന്മുഖമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ അറിയാതെയും ചർച്ച ചെയ്യാതെയും കടന്നു പോകുന്നു എന്നൊരു സങ്കടവും കൂടി എനിക്കുണ്ട്. കുറച്ച് നാൾ മുമ്പ് നമ്മുടെ തിരുവനന്തപുരത്ത് നടന്നൊരു സംഭവം നിങ്ങൾ മറന്നുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് പ്രവാസിയായ ഒരു വനിത അവരുടെ വീട് പൂട്ടിയിട്ട് വിദേശത്ത് പോയി. അവരും മക്കളും കുട്ടികളുമൊക്കെ അമേരിക്കയിലാണ്. ഇവർ അമേരിക്കയിലായിരിക്കുന്ന സമയത്ത് തിരുവനന്തപുരത്തെ ചില ദല്ലാളന്മാർ ചേർന്ന് ഇവരുടെ സ്ഥലത്തിൻ്റെ സർവേ നമ്പറും മറ്റ് ഡീറ്റെയിൽസും ഒക്കെ കരസ്ഥമാക്കി അനന്തപുരി മണികണ്ഠൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു കോൺഗ്രസ്സുകാരൻ, അയാളൊരു ആധാര എഴുത്തുകാരനുമാണ്, കോൺഗ്രസിൻ്റെ സമുന്നത നേതാവുമാണ്. അദ്ദേഹത്തിൻ്റെ സകലവിധ ഒത്താശയോടും സഹായത്തോടും കൂടി വ്യാജ ആധാരമുണ്ടാക്കി ഈ വസ്തു മറ്റൊരാളുടെ പേർക്ക് കൈമാറ്റം ചെയ്തു. വ്യാജ ആധാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീയെയും അവരുടെ മകൻ്റെ മകൾ എന്ന് പറയപ്പെടുന്ന മറ്റൊരു സ്ത്രീയെയും രജിസ്റ്റർ ഓഫീസിൽ കൊണ്ടുവന്ന് ഹാജരാക്കി. ശാസ്തമംഗലം രജിസ്ട്രാർ ഇത് സത്യസന്ധമായ ഒരു ആധാരമാണ് എന്ന് സാക്ഷ്യപ്പെടുത്തി ഈ ഉടമസ്ഥ അറിയാതെ ഈ വ്യാജ ആധാരം ചെയ്തു കൊടുത്തു. വ്യാജ ആധാരം ചെയ്ത് കിട്ടിയ ആൾ അവിടെ കയറി താമസം തുടങ്ങി. അദ്ദേഹം അങ്ങനെ സുഖസന്തോഷമായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സ്ഥലത്തിൻ്റെ യഥാർത്ഥ ഉടമ തിരുവനന്തപുരത്ത് എത്തുന്നത്. അമേരിക്കയിൽ നിന്ന് എന്തോ ആവശ്യത്തിന് തിരുവനന്തപുരത്ത് വന്നാണ്. അവർ നോക്കിയപ്പോൾ കാണുന്ന കാഴ്ചയെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ വേറെ ആരെങ്കിലും കയറി താമസിക്കുകയാണ്. എന്താ സംഭവം എന്ന് ചോദിച്ചാൽ അവർ പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞു. പോലീസുകാർ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആണല്ലോ. അദ്ദേഹം ഉടനെ തന്നെ ആധാരം എടുത്ത് കാണിച്ചു കൊടുത്തതാ, ഞാൻ തീറാധാരം ചെയ്ത് മേടിച്ച വസ്തുവാണ്. ഇവരല്ല ഇതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥ മറ്റൊരു സ്ത്രീയാണ്. ആ സ്ത്രീ മൂന്നാമൊരു സ്ത്രീയുടെ പേർക്ക് തീറാധാരം ഇഷ്ടദാനം ചെയ്ത് കൊടുത്തു. അവരെനിക്ക് വിറ്റു. ഞാനിത് വാങ്ങിച്ചത് സത്യസന്ധമായിട്ടാണ്. പോലീസുകാർ സാധാരണ ഇത് സിവിൽ കേസാണ്, പോതള്ളയെന്ന് പറഞ്ഞ് വിടണ്ടായിരുന്നു. എന്ത് കാരണത്താലും പോലീസുകാർക്ക് അന്വേഷിച്ച് പോകാൻ തോന്നി. അന്വേഷിച്ച് പോയപ്പോഴാണ് ഞെട്ടിക്കുന്ന സംഭവ പരമ്പരകൾ തെളിഞ്ഞു വന്നത്. യഥാർത്ഥത്തിൽ ഇത് മൊത്തം ആൾമാറാട്ടവും വഞ്ചനയും വ്യാജരേഖാ നിർമ്മാണവുമായിരുന്നു. അതേ തുടർന്ന് ഈ ആൾമാറാട്ടം നടത്തിയ സ്ത്രീകളൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്തു. അനന്തപുരി മണികണ്ഠൻ വലിയ സമ്പന്നനും സ്വാധീന ശക്തിയുള്ളവനും ആയതുകൊണ്ട് മൂപ്പില ഒളിവിൽ പോയി. ഒളിവിൽ പോയിട്ട് പിന്നെ ജാമ്യ ഹർജി കൊടുത്തു, അത് തള്ളിപ്പോയി. മുൻകൂർ ജാമ്യ ഹർജി കൊടുത്തു, തള്ളിപ്പോയി. ഒന്നും കിട്ടാത്ത അവസ്ഥയിൽ പുള്ളി കീഴടക്കി. പോലീസ് അറസ്റ്റ് ചെയ്തു. പോലീസിനെ അറിയാഞ്ഞിട്ടൊന്നുമല്ല. കാര്യം മണികണ്ഠൻ കോൺഗ്രസ്സുകാരനാണെങ്കിലും കാശുകാരനാണ്. കാശുള്ള പ്രതികളെ പിടിക്കാനായിട്ട് പോലീസുകാർ പൊതുവെ അല്പം അമാന്തം കാണിക്കും. അതിപ്പോൾ ഇടതുപക്ഷം ഭരിച്ചാലും വലതുപക്ഷം ഭരിച്ചാലും ഇനി പക്ഷമില്ലാത്ത പക്ഷം ഭരിച്ചാലും മൂന്നാം ചേരി ഭരിച്ചാലും നാലാം ചേരി ഭരിച്ചാലും BJP ഭരിച്ചാലും CPIM ഭരിച്ചാൽ പോലും വലിയ വ്യത്യാസം ഉണ്ടാവില്ല. അവസാനം മണികണ്ഠനെ പോലീസ് അറസ്റ്റ്. മണികണ്ഠൻ നമ്മുടെ മുൻ മന്ത്രി VS ശിവകുമാറിൻ്റെ വലം കൈയായിട്ട് അറിയപ്പെടുന്ന ആളാണ്. ശിവകുമാറിൻ്റെ ശിഷ്യനാണല്ലോ, മോശം വരാൻ സാധ്യതയില്ല. ഏതായാലും മണികണ്ഠനെ അറസ്റ്റ് ചെയ്തു. നമ്മൾ വിചാരിച്ചാൽ അവിടെ കൊണ്ട് തീർന്നു, കഥ കഴിഞ്ഞു. ഇല്ല, പോലീസുകാർ അന്വേഷണം തുടരുകയായിരുന്നു. പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയ മറ്റൊരു സംഭവം എന്ന് വെച്ചാൽ ശാസ്തമംഗലത്ത് സബ് രജിസ്ട്രാറായിരുന്ന ഒരു മഹതി, അവരുടെ പേരിൽ ലക്ഷ്മി എന്നാണ്, സാക്ഷാൽ മഹാലക്ഷ്മി തന്നെ, ഐശ്വര്യ ദേവതയായ മഹാലക്ഷ്മിയാണ് ഈ ശാസ്തമംഗലത്തെ സബ് രജിസ്ട്രാർ. ആ മഹതി ഈ ഇടപാടിൽ വെറും 10 ലക്ഷം രൂപയാണ് കൈപ്പറ്റിയത്. വെറും 10 ലക്ഷം എന്ന് ഞാൻ പറഞ്ഞത് അവരെ കൊച്ചാക്കാൻ വേണ്ടിയിട്ടല്ല. 10 ലക്ഷം കുറവാണ്. കാരണം എന്ന് വെച്ചാൽ അനന്തപുരി മണികണ്ഠന് മൊത്തം 2 കോടി രൂപയാണ് മറ്റേ സ്ഥലം വാങ്ങിച്ച ആളിൽ നിന്ന് ഈടാക്കിയത്. ആൾമാറാട്ടക്കാർക്ക് എന്ത് കിട്ടിയെന്ന് അറിയില്ല. മിക്കവാറും വല്ല നക്കപ്പിച്ച കൊടുത്താൽ പാവങ്ങളെ പറ്റിച്ച് കാണും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും 2 കോടി ഈ ആധാരം ചെയ്ത് വാങ്ങിയ ബിസിനസ്സുകാരിൽ നിന്ന് കൈപ്പറ്റിയ മണികണ്ഠൻ അതിൽ നിന്ന് 10 ലക്ഷം കൊടുക്കുകയാണ് ചെയ്തത്. അതോ ഈ വാങ്ങിയ ആളിൽ നിന്ന് വേറൊരു 10 ലക്ഷം വാങ്ങിച്ച് ലക്ഷ്മിക്ക് കൊടുക്കുകയാണ് ചെയ്തതെന്ന് നമുക്കറിയില്ല. ഏതായാലും ലക്ഷ്മി 10 ലക്ഷം വാങ്ങി എന്ന കാര്യം പോലീസ് അന്വേഷണത്തിൽ ബോധ്യമായി. എന്ന് മാത്രമല്ല 10 മൊബൈൽ ഫോണുകളും ലക്ഷ്മി ദേവി കൈപ്പറ്റി എന്നാണ് പോലീസുകാർ പറയുന്നത്. ഒന്ന് ആലോചിച്ചു, ഒരാൾക്ക് എന്തിനാ 10 മൊബൈൽ ഫോൺ? ഒരു മൊബൈൽ ഫോണിൻ്റെ ആവശ്യമുള്ളൂ. വലിയ വലിയ നേതാക്കന്മാർക്ക് പോലും 2 മൊബൈൽ ഫോൺ അല്ലെങ്കിൽ 3 മൊബൈൽ ഫോണൊക്കെ കണ്ടിട്ടുണ്ട്. മുരളീധരൻ്റെ പ്രതാപകാലത്ത് പുള്ളിക്ക് 3 മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നും അറിയില്ല. അങ്ങനെ ചില നേതാക്കന്മാർക്ക് കണ്ടിട്ടുണ്ട്. ഒരു ഫോണിൽ ഒരാൾ വിളിക്കുമ്പോൾ മറ്റേ ഫോണിൽ വേറെ ആൾ വിളിക്കും. ഒരു ഫോണിൽ ഹൈക്കമാൻഡ് വിളിക്കുമ്പോൾ ഒരു ഫോണിൽ ലോ കമാൻഡ് വിളിക്കും. ഒരു ഫോണിൽ നോ കമാൻഡ് വിളിക്കും. അങ്ങനെയൊക്കെ സംഭവിക്കും. പിന്നെ മണ്ഡലത്തിൽ നിന്നുള്ള ആളുകൾക്ക് വിളിക്കാൻ വേറെ ഫോൺ ഉണ്ടാവും, അത് PAയുടെ കയ്യിലായിരിക്കും. ഇങ്ങനെ പല പല അഡ്ജസ്റ്റ്മെൻറ്റുകളും പലരും നടത്താറുണ്ട്. സോണിയാഗാന്ധി വിളിക്കുമ്പോൾ ഫോൺ കോൾ എടുക്കാനുള്ള ഫോൺ ഓർമ്മയായിരിക്കും, അല്ലെങ്കിൽ ഖാർഗെ വിളിക്കുന്നത് വേറെ ഫോണിലായിരിക്കും. അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്. പക്ഷേ ഈ സബ് രജിസ്ട്രാർക്ക് എന്തിനാ 10 ഫോൺ? എന്തൊക്കെ അത്ഭുതങ്ങളാണ് നമ്മുടെ നാട്ടിലെടുക്കുന്നത്. 10 ലക്ഷം രൂപ പിടിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം.
കാശിൻ്റെ വില കുറഞ്ഞു സ്വർണത്തിൻ്റെ വില കൂടി പോകുന്ന കാലമാണ്. 10 ലക്ഷമൊന്നും അത്ര വലിയ സംഖ്യയൊന്നുമല്ല ഇന്ത്യ മഹാരാജ്യത്തൊരു സബ് രജിസ്ട്രാറെ സംബന്ധിച്ചു. അത് കുറഞ്ഞു പോയി എങ്കിലേ ഉള്ളൂ. പക്ഷേ 10 മൊബൈൽ ഫോണിൻ്റെ യുക്തി എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവില്ല. ഏതായാലും ലക്ഷ്മി ഭഗവതിയെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ആയമ്മ ഇപ്പോൾ സബ് ജയിലിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർക്ക് സന്തോഷകരമായ ജയിൽ ജീവിതം ആശംസിക്കുന്നു. ഇതുപോലെയൊക്കെയുള്ള കുസൃതികളില്ലെങ്കിൽ നമ്മുടെ ജീവിതം വല്ലാതെ ബോറായിപ്പോവും. അതുകൊണ്ട് ഈ അഴിമതിയും തട്ടിപ്പും വഞ്ചനയും കാലാകാലം തുടരട്ടെ. ഇതുപോലുള്ള ഉദ്യോഗസ്ഥകളെ കൊണ്ടും നമ്മുടെ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമല്ല മറ്റെല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും സമ്പുഷ്ടമാകട്ടെ, സമ്പന്നമാകട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. ജയ് ഹിന്ദ്.